മോഷണം ആരോപിച്ച് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കന്യാകുമാരി സ്വദേശി സജിയാണ് മരിച്ചത്. അയൽവാസിയുടെ കുഞ്ഞിന്റെ സ്വർണ്ണാഭരണം കാണാതായതിനെ തുടർന്ന് കുട്ടിയുടെ വീട്ടുകാരും അയൽവാസികളും ചേർന്ന് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. രജിത്ത്, ഷിബു എന്നാണ് ഈ കൊല്ലപ്പെട്ട ആളുടെ പേര്. ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ച വിവരം സജി എന്നായിരുന്നു. പിന്നീട് കൃത്യമായ ഐഡന്റിറ്റി കാർഡ് അടക്കം ലഭിച്ച ശേഷമാണ് ഷിബു എന്നാണ് ഇയാളുടെ പേര് എന്ന് മനസ്സിലാവുന്നത്. കൊല്ലപ്പെട്ടത് കന്യാകുമാരി സ്വദേശിയായ ഷിബു ആണ്. 49 വയസ്സാണ് ഷിബുവിനുള്ളത്. പോലീസിന്റെ എഫ്ഐആറിലാണ് ഈ പുതിയ അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് ഞെട്ടലുളവാക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. 7 പേർ ചേർന്നാണ് ഈ ഷിബുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അതായത് 7 പേരാണ് ഇതിലുള്ളത്. അതിൽ ഒരു 2 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ അണിയുന്ന സ്വർണ്ണ ചെയിൻ മോഷ്ടിച്ചു. അത് കാണാതായി. അത് മോഷ്ടിച്ചത് ഷിബു ആണ് എന്ന് ആരോപിച്ചാണ് ഇന്നലെ രാത്രിയോടുകൂടി വൈകുന്നേരത്തോടുകൂടി ഈ ഷിബുവിനെ 7 പേർ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. നെഞ്ചിന് ഇടിച്ചും മുഖത്തടിച്ചും പുറത്ത് ചവിട്ടിയും ഒക്കെ മാരകമായ മർദ്ദനമാണ് ഇന്നലെ ഷിബുവിന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത്. സ്ത്രീകളടക്കമാണ് ഈ കേസിലെ പ്രതി. 1-ാം പ്രതി രതീഷാണ്. രതീഷ്, ഒപ്പം ശ്രീശാന്ത്, കനി, വിഷ്ണു. ഇതിൽ 4-ാം പ്രതിയാണ് വിഷ്ണുവിന്റെ മകളുടെ സ്വർണ്ണ ചെയിനാണ് ഇങ്ങനെ കാണാതായത് എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത്. ഒപ്പം 5-ാം പ്രതി ചിഞ്ചു, 6-ാം പ്രതി ശ്രീശാന്ത്, 7-ാം പ്രതി കണ്ടാൽ അറിയാത്ത ഒരാളാണ്, അൺനൗൺ എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ മർദ്ദനം ഷിബുവിന് ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ ഈ വൈകുന്നേരം ഈ വീടിന് സമീപത്തുകൂടി പോയപ്പോൾ ഈ സ്വർണം കാണാതായ സംഭവം ചോദ്യം ചെയ്യുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അത് ആദ്യം ഷിബു നിഷേധിക്കുകയാണ്. പിന്നീട് കൂടുതൽ ആളുകൾ അയൽവാസികളടക്കം ഈ വിഷ്ണുവിന്റെ അയൽവാസികളടക്കം സ്ഥലത്തേക്ക് എത്തുകയും കൂട്ടം ചേർന്ന് ഈ ഷിബുവിനെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത്. 7-ാം പ്രതി അടക്കമുള്ളവർ ചേർന്ന് ഈ ഷിബുവിന്റെ നെഞ്ചത്തിടിച്ചും ചവിട്ടിയും ദേഹോപദ്രവം ഏൽപ്പിച്ച് കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 7 പേരും ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വളരെ ഞെട്ടലുളവാക്കുന്ന സംഭവമാണ്.